പ്രൈസ് ലോർഡ്. ബൈബിൾ ചരിത്രങ്ങളിലൂടെ എസ്തേറിൻ്റെ പുസ്തകത്തിലൂടെ അങ്ങനെ എസ്തേർ രാജ്ഞി പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായി മാറി. അതിനുശേഷം അഹസ്വേരോസ് രാജാവ് എല്ലാ സൗന്ദര്യമുള്ള യുവകന്യമാരെയും വിളിച്ചു കൂട്ടിയിട്ട് അവർക്കും സമ്മാനങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചു കൂട്ടുകയാണ്. ആ സമയത്ത് എസ്തേറിൻ്റെ വളർത്തുപിതാവ് മൊർദെഖായി രാജകൊട്ടാരത്തിൻ്റെ വാതിൽക്കലിരിക്കുമ്പോൾ രണ്ട് ഷണ്ഡന്മാർ അവരെ രഹസ്യമായിട്ട് എന്തോ ഗൗരവമായിട്ട് ആലോചിക്കുന്നു. ഇവനെ പന്തികേട് തോന്നി. എന്താണെന്ന് കേൾക്കുവാനായിട്ട്, ഇവനൊരു യഹൂദനാണല്ലോ, അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധയോടെ അത് മനസ്സിലാക്കി അഹസ്വേരോസ് രാജാവിനെ വധിക്കുവാൻ വേണ്ടി ബിഗ്ഥായും തെരേഷും എന്ന രണ്ട് ഷണ്ഡന്മാർ അവർ രണ്ടുപേരും കൂടെ അഹസ്വേരോസ് രാജാവിനെ വധിക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ മുൻ രാജ്ഞിയായ വാഷ്തി രാജ്ഞിയെ തള്ളിക്കളഞ്ഞതിനുള്ള പ്രതിഷേധം, അവർ വാഷ്തി രാജ്ഞിയായിട്ട് വളരെ സ്നേഹത്തിലായിരുന്ന രണ്ട് ഷണ്ഡന്മാരായിരുന്നു ഇവർ. അഹസ്വേരോസ് രാജാവിനെ എങ്ങനെയും വധിക്കണം, അതായിരുന്നു അവരുടെ തീരുമാനം. ഈ വിവരം അറിഞ്ഞ ഉടനെ എസ്തേറിനെ മൊർദെഖായി വിവരം അറിയിക്കുകയാണ്. ഇങ്ങനൊരു സംഭവമുണ്ട്, അത് രാജാവിനെ അറിയിക്കണം. എസ്തേർ ആ വിവരം, ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ കന്യമാരെല്ലാം പിരിച്ചുവിട്ട് കഴിഞ്ഞ് അവർക്ക് വേണ്ട സമ്മാനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ എസ്തേർ ഈ വിവരം രാജാവിനെ അറിയിക്കുകയാണ്. രാജാവ് അത് ബുദ്ധിപൂർവ്വം നിയമപാലകരെ വിവരമറിയിച്ചു. അവരത് രഹസ്യമായിട്ട് തന്നെ അവരെ കണ്ടെത്തി, അത് ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞു. രാജാവിനെ വധിക്കുവാൻ തന്നെയായിരുന്നു. രാജാവ് അപ്പോൾ തന്നെ കൽപ്പന പുറപ്പെടുവിച്ചു, അവരെ കഴിവിലേറ്റുക. പിറ്റേ ദിവസം അവരെ ആ രണ്ട് ഷണ്ഡന്മാരെ കഴിവിലേറ്റി. ഇത് രാജാവ് തൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അങ്ങനെ നാളുകൾക്ക് ശേഷം രാജാവ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അഗാഗ് വംശത്തിൽപ്പെട്ട ഹാമാൻ എന്ന വ്യക്തിയോട് തനിക്ക് വളരെയധികം കൂടുണ്ടായിരുന്നു അഹസ്വേരോസ് രാജാവിന്. ഹാമാനെ